ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ സുധിയുടെ പേര് വിളിക്കുന്നിടത്ത് നിന്നാണല്ലോ കഴിഞ്ഞത്. എന്നിട്ട് എനിക്കിങ്ങനെ നോക്കും, എന്താ നോക്കുന്നതെന്ന് പറയും. അപ്പോൾ ബാമ ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും, അല്ല എൻ്റെ മോൻ്റെ പേരുള്ളൊരു വെയിറ്റർ ഉണ്ട് ഇവിടെ എന്ന് പറയും. അതിനെന്താണെന്ന് ഇങ്ങനെ ബാമ ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും, വെയിറ്റർ, എൻ്റെ മോൻ്റെ ഉള്ള പേരുള്ളവരൊക്കെ ഉയർന്ന നിലയിൽ ജോലി ചെയ്യണം, ഒരു വെയിറ്ററായിട്ട് അതിൻ്റെ കുറച്ചലല്ലേ എന്ന് പറയും. അപ്പോൾ ബാമ പറയും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ, ആ പേരിലുള്ളവർ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ബാമ ഇങ്ങനെ ആക്കി പറയും. അപ്പോൾ സുധിയെല്ലാം ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ, അത് വേണ്ടായിരുന്നു കേട്ടോ എന്നിങ്ങനെ ആൻറ്റി എന്നിങ്ങനെ പറയും. എന്നിട്ട് ബാമ പറയും, ഇപ്പോൾ അതിനെ കളിയാക്കൊന്നും വേണ്ട, ഇപ്പോൾ അവന് നല്ല ജോലി, ഉയർന്ന ജോലിയാണ്, ഒരു നല്ല കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ടെന്ന് നമ്മുടെ ബാമ പറഞ്ഞ് മനസ്സിലാക്കും. വെയിറ്റർക്ക് എന്താ ഒരു കുറവ്, എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇത് പറയുന്നത് കേട്ടപ്പോൾ സുധി ഇങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആൻറ്റി എന്നിങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ചന്ദ്ര പറയും, അവന് പൊരി മസാല ഭയങ്കര ഇഷ്ടമാണ്, അവന് പക്ഷേങ്കിൽ ശ്രുതി കഴിക്കാൻ വിടില്ല അവനൊന്ന് പാർസൽ വാങ്ങാമല്ലേ ഇന്ന് പോകുമ്പോൾ, അവൻ നേരത്തെ വീട്ടിലെത്തുമെന്ന് ചോദിക്കും, വിളിച്ച് ചോദിക്കട്ടെ എന്നിട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കും. അപ്പോൾ സുധി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. സുധി ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, അയ്യോ വിളിക്കല്ലേ അമ്മേ വിളിക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ചന്ദ്ര വിളിക്കും. ആ സമയം ഇങ്ങനെ വിളിക്കല്ലേ എന്ന് പറയുന്ന സമയത്തായിരിക്കും സുധിയുടെ ബാക്കിൽ ഈ കടയുടെ ഓണർ വന്ന് നിൽക്കുന്നുണ്ടാവും. എന്തേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അത് പിന്നെ എനിക്ക് വയറിനൊരു ചെറിയ പ്രശ്നം, ഞാൻ ടോയ്ലറ്റ് പോകാൻ വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വന്നിട്ട് ഓർഡർ എടുക്കുന്ന ഇങ്ങനെ പറയും. അപ്പോഴത്തേക്ക് ഓണർക്ക് ഫോൺ വന്നിട്ട് ഓണർ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് അയ്യോ ഇപ്പം ഞാൻ എങ്ങനെയാണ് ഈ മുഖം വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുക എന്നൊക്കെ ഇങ്ങനെ സുധി ഇങ്ങനെ മനസ്സിലാലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ മാസ്ക് ആയിട്ട് ഒരു പയ്യൻ വരും. എന്നിട്ട് മാസ്ക് അവൻ വെച്ചിട്ട് പോകാൻ നോക്കുമ്പം പറയും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, മനസ്സിലാവും, രൂപത്തിലും മൊത്തത്തിലൊരു വ്യത്യാസം വരുത്തുന്നു. എന്നിട്ട് കാല് ഇങ്ങനെ ഒടിച്ച പോലെ എല്ലാവർക്കും ഇങ്ങനെ സൗണ്ടും മാറ്റും. എന്നിട്ട് അവൻ അതിലോട്ട് എങ്ങനെ കടന്നു പോവും. അങ്ങനെ ഒരു കസ്റ്റമർ ഒരു ടേബിളിൽ നിന്ന് ഓർഡർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മസാല ദോശൻ്റെ അതെന്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രയുടെ കോൾ ആ ഫോണിൽ വരും. അപ്പോൾ ഓർഡർ പറയുന്നതിൻ്റെ ആ സമയത്ത്, ദോശ എന്ന് പറയുന്നതിൻ്റെ സമയത്ത് അമ്മ എന്നും കൂടെ പറയും. അപ്പോൾ ഇങ്ങനെ കസ്റ്റമർ ഇങ്ങനെ അമ്മയോ ഇതെന്തായി പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുധി ഇങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് പറയും, അത് പിന്നെ എൻ്റെ അമ്മയെ പറഞ്ഞത്, സാർ ഓർഡർ പറഞ്ഞു എന്നിട്ട് അവർ ഓർഡർ പറയും. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അവൻ കട്ടായി കളഞ്ഞു, വലിയ ഫയലെങ്ങാനും നോക്കുന്നതായിരിക്കും, അതുകൊണ്ട് കട്ടായി ചെയ്തായിരിക്കും, ഒന്നും കൂടെ വിളിക്കാം. എന്നിട്ട് ചന്ദ്ര ഒന്നും കൂടെ വിളിക്കും. അപ്പോഴത്തേക്കും സുധി നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ടാവും ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടുന്ന് ഫോൺ എടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, എന്താ അമ്മ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും, ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്, നിനക്ക് പൂരി മസാല വേണമെങ്കിൽ ഒരു പാർസൽ വാങ്ങാമെന്നൊക്കെ പറയും. ഇപ്പോൾ സുധി പറയും, വേണ്ട ഒന്നും വേണ്ട അമ്മ, ഞാനിവിടെ ഭയങ്കര തിരക്കിൽ ഒരു മീറ്റിങ്ങിലാണ് എന്നൊക്കെ പറയും. അമ്മ വേഗം കഴിച്ചിട്ട് പോയിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോൾ കട്ട് ചെയ്യും. അങ്ങനെ അതവിടെ കഴിയും, ആ സീന് കഴിയും. പിന്നെ വീട്ടിലാണ് കാണിക്കുന്നത്. വീട്ടിൽ നമ്മുടെ രേവതി ഉണ്ട്. അപ്പോൾ വർഷ സ്റ്റുഡിയോയിലെല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നേരത്തെ എത്തും. അപ്പോൾ വർഷ ഇങ്ങനെ രേവതി ഇങ്ങനെ ചോദിക്കും, ശ്രീകാന്ത് വന്നില്ലേ, നീ ഒറ്റയ്ക്ക് വന്നുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ വർഷ പറയും, ഇന്ന് എൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞു, ഞാൻ ടയർഡായിരുന്നു, നേരത്തെ വന്നു, ശ്രീകാന്തിൻ്റെ വർക്ക് കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയും. എന്നിട്ടൊരു കോഫി ഇട്ടൊരു ചേച്ചി എന്നിങ്ങനെ പറയും. അങ്ങനെ രേവതി കോഫി ഇടാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയി. ആ സമയം നമ്മുടെ വർഷയുടെ ബാഗിൽ നിന്ന് മോസ്കിറ്റോ സ്പ്രേ എടുത്തിട്ട് റൂം ഫുൾ അടിക്കും, കുറേ അടിക്കും. അപ്പോൾ ഇതടിക്കുമ്പോൾ തന്നെ രേവതി ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറയും, എന്താ വർഷ ഈ അടിക്കുന്നത്, ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വർഷ പറയും, ഇത് മോസ്കിറ്റോ സ്പ്രേ ആണ്, ഒരു കൊതുക് പോലും ഉണ്ടാകാൻ പാടില്ലെന്ന് പറയും. അപ്പോൾ ഇവിടെ അത്രയ്ക്ക് കൊതുകൊന്നും ഇല്ല വർഷ, അത്രയ്ക്ക് മതി, അടിച്ചത് മതി എന്നിങ്ങനെ രേവതി പറയും. പക്ഷേങ്കിൽ വർഷ പറയും, 1-2 അടിച്ചാൽ തന്നെ കുഴപ്പമാണ്, അതുകൊണ്ട് ഞാൻ കൊതുകിനെ മയക്കിക്കെടുത്താനല്ല, അതിനെ കൊല്ലാനാണ് അടിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ അടിക്കണം എന്നിട്ട് വർഷ നല്ലോണം അടിക്കും. ഫുൾ ഹാളിലൊക്കെ അടിക്കും, ഡൈനിങ് റൂമിൽ അടിക്കും, എല്ലായിടത്തും ഇങ്ങനെ അടിക്കും. എന്നിട്ടും വീണ്ടും രേവതി പറയും, എനിക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല, മണം അടിക്കുന്നു, വല്ലാണ്ട് മണം അടിക്കുന്നു, നിർത്ത് വർഷം, മതി എന്നിങ്ങനെ പറയും. എന്നിട്ട് രേവതി ഇവൾ പറഞ്ഞൊക്കെത്തോണ്ട് രേവതി അടുക്കളയിലേക്ക് നേരെ പോവും. എന്നിട്ട് വർഷ കുറച്ചൊക്കെ അടിക്കും. എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് കൈയൊക്കെ സോപ്പിട്ട് കഴിക്കുമ്പോഴത്തേക്ക് വർഷക്ക് ഒരു കോൾ വരും. അപ്പോൾ കോൾ സ്റ്റുഡിയോ എന്നാണ്, പെട്ടെന്ന് തന്നെ വരണം, ഒരു സീന് ചെയ്യാനുണ്ട്, പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടാണ് കോൾ വരിക അവൾക്ക് പെട്ടെന്ന്. അപ്പോൾ അവൾ പറയും, ആദ്യം വരില്ല എന്ന് പറയും, പിന്നെ വരാമെന്ന് പറയും. എന്നിട്ട് രേവതി വിളിക്കും, ചേച്ചി എനിക്ക് സ്റ്റുഡിയോയിൽ പെട്ടെന്ന് പോകണം, സാറ് പറയാൻ മറന്നുപോയി തന്നെ ഒരു സീന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം, അതുകൊണ്ട് കോഫി വേണ്ട, ഞാൻ പോവുകയാണെന്ന് പറയും. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകും. പിന്നെ അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം രവിയച്ഛൻ വരും. പിന്നെ രവിയച്ഛനും അച്ഛൻ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലടിച്ചിട്ട് ഇങ്ങനെ ചുമക്കാൻ തുടങ്ങും പെട്ടെന്ന് തന്നെ. ആ സമയത്ത് തന്നെ രേവതി വിളിക്കും, രേവതി വെള്ളം കൊണ്ട് കൊടുക്കും. എന്നിട്ട് ചുമക്കുമ്പോൾ രേവതി പറയും, വെള്ളം കുടിക്കാച്ചാ, അത് പിന്നെ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതിൻ്റെ എന്താ സ്മെല്ലെന്ന് ഇങ്ങനെ അച്ഛൻ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതേ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതിൻ്റെ സ്മെല്ലാണെന്ന് പറയും, വർഷം അടിച്ചതാണെന്ന് തന്നെ പറയും. എന്നിട്ട് ഇങ്ങനെ കുരക്കുന്ന കണ്ടിട്ട് രേവതി പറയും, ഞാൻ അച്ഛന് കോഫി എടുക്കാൻ. എന്നിട്ട് അവൾ കിച്ചണിൽ പോകും. കിച്ചണിൽ പോയ സമയത്ത് ഇതിങ്ങനെ കൂടും, ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല നമ്മുടെ അച്ഛന്.
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രേവതി പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കാണുമ്പം അച്ഛാ എന്താ പറ്റി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൾക്ക് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായിട്ട് വേഗം സച്ചിയെ ഫോൺ വിളിക്കും. സച്ചി രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും സച്ചി എടുക്കുന്നുണ്ടാവില്ല. എന്നിട്ട് വേഗം ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയിട്ട് ഓട്ടോയിൽ എല്ലാം കയറ്റും. അത് നമ്മൾ ഓട്ടോയിൽ കയറ്റുന്നൊന്നും കാണില്ല കേട്ടോ. പിന്നെ സച്ചി ടാക്സി സ്റ്റാൻഡിലെത്തും. അതാണ് പിന്നെ കാണിക്കുന്നത്. സ്റ്റാൻഡിലെത്തിയിട്ട് ഫോൺ നോക്കുമ്പോൾ 18 മിസ് കോൾ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഇവരെന്തിനാ ഇങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് തിരിച്ച് രേവതി വിളിക്കും. അപ്പോഴേക്കും ഇവർ ഓട്ടോയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഫോൺ എടുക്കും രേവതി. എന്നിട്ട് രേവതി ഇങ്ങനെ പറയും എന്താ വിളിച്ചിട്ട് എടുക്കാൻ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്താ എടുക്കാത്തതെന്ന് പറയും. അപ്പോൾ സച്ചി പറയും അത് പിന്നെ ഫോൺ സൈലൻറ്റ് മോഡിലായിരുന്നു അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയും. എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ പോവുകയാണ്, വേഗം സച്ചിയേട്ടൻ അങ്ങോട്ട് വരണം, എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും. സച്ചിയാകെ ഞെട്ടിപ്പോയി. പിന്നെ എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും അച്ഛന് ശ്വാസം മുട്ടലാണ്, ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമ്മളെത്താനായി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു, വേഗം വരാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സച്ചി വേഗം പോകാൻ നോക്കുമ്പോഴത്തേക്ക് മഹേഷ് ചോദിക്കും എവിടെയാണ് പോകുന്നത്, എന്താ പ്രശ്നം ചോദിക്കും. അപ്പോൾ സച്ചി പറയും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രേവതി, അച്ഛനെ സുഖമില്ലാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് മഹേഷും സച്ചിയും കൂടെ ഒരുമിച്ച് വരും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് രവി അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട്. രേവതി പുറത്താണുള്ളത്. സച്ചിയേട്ടൻ എന്താ വരാത്തതെന്ന് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ പോകുമ്പോഴാണ് സച്ചി അവിടെ എത്തും. എന്നിട്ട് രേവതി അച്ഛൻ എവിടെ, അച്ഛൻ എന്താ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ അകത്തുണ്ട്, ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് രേവതി പറയും. ഒന്നും വെയിറ്റ് ഒന്നും ചെയ്യാതെ നേരെ റൂമിലേക്ക് സച്ചി ഓടിക്കയറും. എന്നിട്ട് അച്ഛാ എന്താ പറ്റി, അച്ഛാ എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ ഡോക്ടർ പറയും ഒച്ച വെക്കാതെ ബഹളം വെക്കലേന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് ഡോക്ടറോട് കാര്യം ചോദിക്കും സച്ചി എന്താ പറ്റിയതെന്ന് ചോദിക്കും. ഡോക്ടർ പറയും പേടിക്കാനൊന്നുമില്ല, ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിട്ടില്ലേ, മുന്നേ പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും ഉണ്ടായിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മരുന്നും കഴിക്കുന്നുണ്ട്, ഇപ്പം പിന്നെ എന്നാ പ്രശ്നം, പിന്നെയും പ്രശ്നം വന്നു എന്നിങ്ങനെ ചോദിക്കും സച്ചി. അപ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, സംഭവം മോസ്കിറ്റോ സ്പ്രേ ബ്രീത്ത് ചെയ്തതിൻ്റെ കുഴപ്പമാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പോയി, അതാണ്, കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ സീരിയസ് ആവുമായിരുന്നു, കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ മോസ്കിറ്റോ സ്പ്രേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ സച്ചി വിചാരിക്കും. എന്നിട്ട് പറയും 4 മണിക്കൂർ ഒബ്സർവേഷൻ വെച്ചിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നിങ്ങനെ പറയും ഡോക്ടർ. എന്നിട്ട് ഡോക്ടറും നേഴ്സും കൂടെ ആ റൂമിൽ നിന്ന് പോവും. അപ്പോഴേക്കും പോകുമ്പോഴത്തേക്ക് തന്നെ ചന്ദ്രമതി അവിടെ വരും. എന്നിട്ട് രവിയേട്ട എന്താ പറ്റി, പിന്നെയും നെഞ്ചുവേദന വന്നോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി ഇങ്ങനെ പറയും അതൊന്നല്ല കാര്യം, മോസ്കിറ്റോ സ്പ്രേ അടിച്ചിട്ട് അച്ഛനെ ബ്രീത്ത് ചെയ്യാൻ പിന്നെ ശ്വാസം മുട്ടലായി, ശ്വാസം എടുക്കാൻ പറ്റിയില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ പറയും. മോസ്കിറ്റോ സ്പ്രേ അടിച്ചു എന്ന് പറയുമ്പോൾ കൊണ്ടാണെന്ന് കാരണം ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ നോക്കും. എന്നിട്ട് ഇങ്ങനെ നീ എന്തിനാണ് അടിച്ചത്, നീ പൂക്കടയിലല്ലേ നിൽക്കാറുള്ളത്, എന്തിനാ വീട്ടിലേക്ക് വന്ന് അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നു, നിനക്കറിയില്ലേ അച്ഛന് സുഖമില്ലെന്ന്, നിനക്ക് ബുദ്ധിയില്ലേ, നീ എന്തിനാണ് അടിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കലമാൻ തുടങ്ങും, വഴക്ക് പറയാൻ തുടങ്ങും. അപ്പോൾ രേവതി പറയും ഞാനല്ല ചെയ്തതെന്ന് പറയും. അപ്പോൾ അതൊന്നും കേൾക്കില്ലല്ലോ നമ്മുടെ ചന്ദ്രമതി, രേവതിയുടെ വാക്ക് കേൾക്കില്ലല്ലോ, വായി അടക്കടി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ രവിയച്ഛൻ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ രവിയച്ഛൻ ഇങ്ങനെ മാസ്ക് ഊരിയിട്ടിങ്ങനെ പറയും രേവതി മോളെ കലമ്പല്ലേ, രേവതി മോളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, രേവതി അല്ല സ്പ്രേ അടിച്ചെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെയും. അപ്പോൾ വീണ്ടും തിരിച്ച് മാസ്ക് സച്ചി വെച്ച് കൊടുക്കും, അച്ഛനൊന്നും പറയേണ്ടതെന്നിട്ട്. അപ്പോൾ സച്ചിക്ക് മനസ്സിലാവും ഇവളല്ല എന്നുള്ളത്. എന്നിട്ട് സച്ചി രേവതിയോട് ചോദിക്കും പിന്നെ ആരാ ഇത് അടിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും, മോസ്കിറ്റോ സ്പ്രേ ആരാ അടിച്ചതെന്ന് ചോദിക്കും. രേവതി പിന്നെ വേറെ നിവർത്തിയില്ലാണ്ട് പറയും വർഷയാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രമതി ഒന്നും പറയില്ല, ചന്ദ്രമതി ഞെട്ടും. എന്നിട്ട് എന്തേ നിങ്ങളെ വായി ഇപ്പം അടഞ്ഞു പോയോ, എന്തേ ഒന്നും പറയാനില്ലേ, രേവതി പറയുന്ന പോലെ നിങ്ങൾ അവളെ വീട്ടിൽ പോയിട്ട് പറയുമോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കാണ് സുധിയും ശ്രീകാന്തും അവിടെ എത്തും. എന്നിട്ട് അച്ഛൻ എന്താ പറ്റിയത്, അച്ഛനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, അച്ഛൻ വീട്ടിലായിരുന്നല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തും സുധിയൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും അത് നിൻ്റെ ഭാര്യയോട് പോയി ചോദിക്കടാ, നിൻ്റെ കെട്ടികളോട് പോയി ചോദിക്കുന്നിങ്ങനെ സച്ചി പറയും ഒച്ചത്തിൽ. അപ്പോൾ രേവതി പറയും സച്ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കും, ഇത് ഹോസ്പിറ്റലാണ്, മിണ്ടാതിരിക്കുമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കും അവളെന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.